മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ നോട്ടീസ് കിട്ടി. നോട്ടീസ് ഇതാണ്: പ്രിയപ്പെട്ട സഖാവെ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നോട്ടീസ് അയക്കുന്നുണ്ട്. മോൾക്കും മോനും അയച്ച പോലെ ഒരു നോട്ടീസ്. കരുവന്നൂരിലെ ലൈഫ് മിഷനിലെ മാസപ്പടിയിലെ പോലെ കണ്ണിൽ പൊടിയിടാൻ മാത്രം, കാര്യാക്കണ്ട. സസ്നേഹം, സഖാവിന്റെ സ്വന്തം ഇഡി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ഈ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിക്കുക. അതുകൂടി നമ്മൾ ആദ്യ ഘട്ടത്തിലെ പരിശോധിക്കുകയാണ്. വാര്യർ ആറാടുകയാണ്. നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ സർ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഡൂയിങ് ജോയിന്റ് വെഞ്ചർ എന്ന് മറ്റൊരാള്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ടുള്ള പരിഹാസങ്ങൾ സന്ദീപ് വാര്യർ പിണറായി വിജയനെതിരെ നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സന്ദീപ് വാര്യർ വലിയ ചർച്ചയാണ്. സന്ദീപ് വാര്യർക്കെതിരെ ഡിവൈഎഫ്ഐ പരാതി പോലും നൽകുന്ന ഘട്ടത്തിലേക്ക് എത്തി. എന്തിനാണ് പരാതി നൽകിയത്? പരാതി നൽകിയത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉദിച്ചുയരുന്നത് എപ്പോഴാ? 2025 ഓഗസ്റ്റ് 20 ആദ്യ ആരോപണം വരുന്നത്, അല്ലേ? ഈ 2025 ഓഗസ്റ്റ് 20 മുമ്പ് എന്ന് പറഞ്ഞാൽ 2024 സന്ദീപ് വാര്യർ ഒരു കല്യാണം കൂടിയിട്ട് ആ കല്യാണ ഫോട്ടോ അന്നിട്ടതിന് ഇപ്പോൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർക്കെതിരെ പരാതി പറഞ്ഞിരിക്കുന്നത്. അതേ പരാതിയിൽ ഇത്തരത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഈ പരാതി കൊടുത്ത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പരിഹാസവുമായിട്ട് സന്ദീപ് വാര്യർ രംഗത്തേക്ക് വരുന്നത്. എന്താണ് സന്ദീപ് വാര്യറിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? സസ്നേഹം, സഖാവിന്റെ സ്വന്തം ഇഡി, കാര്യമാക്കേണ്ട. മകൾക്ക് അയച്ചതുപോലെ, മകനിക്ക് അയച്ചതുപോലെ, കരുവന്നൂരിലേക്ക് അയച്ചതുപോലെ, ലൈഫ് മിഷനിൽ അയച്ചതുപോലെ, SFIOയിലെ മാസപ്പടിയിലെ അയച്ചതുപോലെയുള്ള ഒരു നോട്ടീസ് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് സന്ദീപ് വാര്യർ പരിഹാസം ഉയർത്തുകയാണ്. ഈ അവസരത്തില് രാഹുൽ മാങ്കൂട്ടം വിഷയം വല്ലാതെ ഇങ്ങനെ കത്തിപ്പിടിപ്പിച്ച് കൊണ്ടു നടക്കുകയാണല്ലോ. അപ്പോഴാണ് ഒരു ഇഡി നോട്ടീസ് വരുന്നത്. ഈ ഇഡി നോട്ടീസ് വന്നപ്പോ ഗോവിന്ദനും ബാക്കിയുള്ള ആളുകൾക്കും ശിവൻകുട്ടിക്കും ഒക്കെ പറയാനുള്ളത് അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ്. ആര് പറയുന്നത്? ശിവൻകുട്ടി പറയുന്നത്, ഗോവിന്ദൻ പറയുന്നത്. പിന്നെ രാജാവ് വാ തുറന്നിട്ടില്ല. രാജാവ് അപ്പുറത്ത് വേറൊരാളുണ്ട്, ആളെ പോലെ തന്നെയാ. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ വലിയ ഭയമാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ വല്ലാതെ ഭയക്കുന്ന ആളാണ് രാജാവ്. അപ്പൊ അതുകൊണ്ട് രാജാവ് വാ തുറന്നിട്ടില്ല. പക്ഷെ അടിമകൾ തുറക്കുന്നുണ്ട്. അടിമകൾ പറയുന്നത് ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള തന്ത്രമാണ് എന്ന്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയോ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ളതല്ല, അത് ധാർമ്മികതയാണ്. ആ ധാർമ്മികത രാഹുലിന് മാത്രമുള്ളതാ. അത് മുകേഷിന് ബാധകമല്ല, ശശിക്ക് ബാധകമല്ല. ഏത്? അതന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ തൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്ന, അവിടെ ആര് മുഖ്യമന്ത്രിയെ കാണാൻ പോയാലും ആദ്യം എത്തുക ഈ പറയുന്ന ശശിയുടെ മുമ്പിലാ. ശശിയെ കണ്ടിട്ട് ശശി തീരുമാനിക്കും അത് അപ്പുറത്തെ റൂമിലേക്ക് വിടണോ വിടണ്ടേ എന്നുള്ളത്. ആ ശശിയുടെ കാര്യത്തിൽ ധാർമ്മികതയില്ല, മുകേഷിന്റെ കാര്യത്തിൽ ധാർമ്മികതയില്ല. ധാർമ്മികതയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ചുമക്കേണ്ട ഒന്നാണ്. ആ വേർഡ് തന്നെ, ധാർമ്മികത എന്ന് പറയുന്ന വേർഡ് തന്നെ കണ്ടുപിടിച്ചത് ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരുത്തൻ ജനിക്കും, അവന്റെ തലയിൽ മാത്രം കെട്ടിവെക്കാനുള്ളതാണ് ആ ബോർഡ് അല്ലെങ്കിൽ ആ വേർഡ്. അത് ബാക്കിയുള്ള ഒരുത്തനും ബാധകമല്ല. അതാണ് ഇവരുടെ ലൈന്. പക്ഷെ ഇഡിയുടെ നോട്ടീസ് വന്നപ്പോഴോ അത് രാഷ്ട്രീയ സ്റ്റണ്ടാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം വിഷയം അതങ്ങനല്ല, അത് വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനെതിരെയാണ് പരിഹാസ രൂപേണ സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. വലിയ സ്വീകാര്യതയാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പിന് ലഭിക്കുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യർ അത് പോസ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറായുള്ളൂ. അപ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ നമുക്ക് നിറയെ കാണാൻ കഴിയും. ഇത്തരത്തിൽ വലിയ ചങ്ങാത്തം സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. എന്താണ് അന്തരീക്ഷം? അന്തരീക്ഷം എന്ന് പറയുന്നത്
പിണറായി വിജയന് അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ അനുകൂലമാകുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ED നോട്ടീസ് അയക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം. മനസ്സിലായില്ലേ? കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവുക അത് കേരളത്തിൽ എന്നുള്ളത് RSSന്റെ ആവശ്യമാണ്. കാരണം RSSന് ഒരു ജനപ്രതിനിധിയെ പോലും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്കറിയാം. ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം. അവിടെ പിന്നെ എന്താണ് വേണ്ടത്? തങ്ങളുടെ ഏജന്റുമാരുണ്ടാകണം ഭരണത്തിൽ. അവരുടെ ഏറ്റവും വലിയ ഏജന്റ് ആരാ കേരളത്തിലെ? അത് പിണറായി വിജയനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആ ഏജന്റിന് എന്തിനാ ED അന്വേഷണം നോട്ടീസ് അയക്കുന്നത് എന്ന്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് എന്ന് പറഞ്ഞാൽ ഒരു നാടകമാണ്. ഈ നോട്ടീസ് ഇപ്പൊ അയച്ചു. അപ്പൊ നമ്മളെല്ലാവരും കരുതുന്നത് എന്താണ്? ഇത് പിണറായി വിജയനുള്ള കുരുക്കാണ് എന്നാണല്ലോ നമ്മൾ കരുതുന്നത്. സത്യത്തിൽ അല്ല. ഇപ്പോ മകനെതിരെ ഒരു നോട്ടീസ് അയച്ചു. എന്നിട്ട് ആ നോട്ടീസ് അയച്ചത് വർഷങ്ങൾക്ക് മുമ്പ്, വർഷം 2 കഴിഞ്ഞിട്ട് ആ നോട്ടീസ് പുറത്തു വരുമ്പോ അങ്ങനെ ഒരു നോട്ടീസിനെ കുറിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേരളക്കാർ അറിയുന്നത്. ഇപ്പൊ ഒരു നോട്ടീസ് അയച്ചു, അത് നമ്മളൊക്കെ അറിഞ്ഞു. അതറിയാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇനി ഈ 30 ദിവസത്തിനകം ഈ പറയുന്ന കാര്യത്തിൽ നോട്ടീസിൽ മറുപടി നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 30 ദിവസം കഴിയുമ്പോൾ ഇനി എന്താ പറയാൻ പോകുന്നത് അറിയാമോ? അത് പിണറായി വിജയനുള്ള ക്ലീൻ ചീറ്റാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ വെള്ളപൂശാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഈ ED നോട്ടീസ്. അങ്ങനെ പിണറായി വിജയനെ വെള്ളപൂശി ഇങ്ങനെ വലിയ മഹാനാക്കി കൊണ്ടുവെക്കണം. അത് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്. അങ്ങനെ പിണറായി വിജയനെ വെള്ളപൂശി അയാളെ ഒരു മഹാനാക്കി കപ്പിത്താനാക്കി കൊണ്ടു നടക്കണം എന്നുള്ളത് RSSന്റെ തീരുമാനമാണ്. അതിന് ഇപ്പോ ഇനി നോക്കിക്കോ, ഇനി 30 ദിവസം കഴിയുമ്പോ ഇത്തരത്തിൽ വെള്ളപൂശി ഒരു ക്ലീൻ ചോട്ട് അല്ലെങ്കിൽ ഒരു ക്ലീൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അത് ഏറ്റുപിടിക്കാൻ ഈ പറയുന്ന സഖാക്കൾ എല്ലാവരും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞങ്ങളുടെ രാജാവിനെ വേട്ടയാടിയതാണ് എന്ന് പറഞ്ഞാൽ ഭരണത്തിലെത്താൻ കഴിയില്ലെന്ന് സംഘപരിവാറിന് നല്ല ബോധ്യമുണ്ട്. അവിടെ പിന്നെ ആര് ഭരണത്തിൽ വരണം? ഭരണത്തിൽ വരേണ്ടത് വിജയൻ തന്നെ. കാരണം എന്താ? വിജയൻ ഞങ്ങളുടെ ഏജന്റാണ്. ആ ഏജന്റ് ഭരണത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അത് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന വലിയ തനിക്കെതിരായ അല്ലെങ്കിൽ കുരുക്കായിട്ടൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ അത് അന്ത്യത്തിലൊക്കെ എടുക്കുമ്പോൾ അത് ക്ലീൻ ചീട്ടായി മാറും. എന്നാൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു PR തന്ത്രം പോലെ PR വർക്കുകൾ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഏത് രീതിയിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് ആദ്യം പരാതിയില്ലെന്ന് പറഞ്ഞ അതിജീവിത തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ പരാതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേസ് പോലീസിന് മുന്നിൽ പരാതി നൽകിയിട്ട് അവരാരും നടപടി എടുക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ അവരത് കാണാതിരുന്നിട്ടോ അല്ല. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെടുത്തി അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഉണ്ടാകുമ്പോൾ ആ അന്വേഷണ സംഘത്തിന് പരാതി കൈമാറാതെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുലിനെ പിടിച്ച് അകത്തിടണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. ഡിസംബർ 9-നും 11-നും തെരഞ്ഞെടുപ്പാ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് രാഹുലിനെ പിടിച്ച് അകത്തിടണം. അതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് തന്നെ പോയത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഈ ED നോട്ടീസും രാഹുലും ഒരുപാട് ബന്ധങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് ഇങ്ങനെ വെള്ളപൂശി പെയിന്റ് അടിച്ച് കൊണ്ടുവെക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ പറയുന്ന ED നോട്ടീസ്. രാഹുൽ എന്ന് പറയുന്നതോ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ പറയാനില്ലാതെ തന്റെ കോട്ടങ്ങളൊക്കെ പ്രതിപക്ഷം ഇങ്ങനെ എടുത്തിട്ട് വലിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ ഇക്കിളിക്കഥകള്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ബലാത്സംഗവും ഈ ഗർഭം അലസിപ്പിക്കലും ഒക്കെ ബ്ലീഡിങ്ങും ഒക്കെ എല്ലാം അതിന്റെ ഭാഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ ഒരു വൾഗറായിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്ന വാർത്തകൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തന്നെ സുഖമാണോ? നോട്ടീസ് അയച്ചു എന്നേ അറിയുള്ളൂ. നോട്ടീസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആണ് സന്ദീപ് വാര്യർ പറയുന്നത്. സുഖമാണോ സഖാവേ? ഭയപ്പെടേണ്ട, കാര്യമാക്കേണ്ട. വെറുതെ ഒരു നോട്ടീസ് അയച്ചു. അത് നോട്ടീസ് എന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾക്കെതിരെയുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാ പിന്നെ മകൻക്കെതിരെ വന്ന നോട്ടീസ് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? 2 വർഷം കഴിഞ്ഞല്ല അറിയുന്നത്. കുരുക്കാണെങ്കിൽ ഈ നോട്ടീസ് അങ്ങനെ മറച്ചു വെക്കാമായിരുന്നല്ലോ. എന്തിനിത് പുറത്തു വിട്ടു? അപ്പൊ നിങ്ങൾ പറയും ഇത് പുറത്തു വിട്ടതല്ല, പുറത്തു വന്നതാ. അല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മകനെതിരെ ED നോട്ടീസ് അയച്ചത് 2 വർഷം എടുത്തു പുറത്തു വരാൻ?
മനസ്സിലായില്ലേ? ഇതൊക്കെ പുറത്തുവിട്ട് തനിക്ക് വലിയ കുരുക്കാകും എന്നുള്ള രീതിയിൽ തനിക്കെതിരായ ഒരു ചർച്ച ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് 30 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ആ 30 ദിവസം കഴിയുമ്പോൾ തനിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് അവിടെ നിന്ന് വരും. അത് എന്നിട്ട് വലിയ കൊട്ടിഘോഷിക്കുക, എന്നിട്ട് വലിയ പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള തത്രപ്പാടുകൾ നടത്തുക. അതിനിടയിൽ രാഹുലിനെ പിടിച്ച് അകത്തിടുകയും ചെയ്യുക. എല്ലാം ശുഭമാകും, എല്ലാം ശുഭമായിട്ട് അവസാനിക്കുമെന്നാണ് വിജയൻ കരുതുന്നത്. എന്നാൽ വിജയ തെറ്റി. എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും കേരളത്തിന്റെ ജനസമൂഹത്തിൽ ആ നാടകങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട.